അയ്യോ, ഞങ്ങളെ കൊണ്ട് പറ്റില്ലേ. പാചകം നീ തന്നെ ചെയ്തു. അമ്മേ. അഖിൽ, ലഞ്ച് റെഡി. ഇങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നു എന്തോ വസു. എന്ത് ചെയ്താലും അവള് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ കുറച്ച് കുറച്ച് അവള് പഠിച്ചോളും. മമ്മി, ആന്റി, നിങ്ങൾ ഇരിക്കേ, ഭക്ഷണം കഴിക്കാം. വേണ്ട മോളെ, ആദ്യം അഖിലിന് കൊടുക്ക്, ഞങ്ങൾ പിന്നീട് കഴിച്ചോളാം. അത് പറ്റില്ല ആന്റി, അഖിലിന്റെ കൂടെ ഇരുന്ന് നിങ്ങളും കഴിക്കണം. അമ്മേ. എന്താ ബേബി, എല്ലാ ഡിഷും ഒരേ കളറിലാണല്ലോ. ചോറ് വരെ ബ്ലാക്ക് കളറാണല്ലോ ഡി. സിസ്റ്ററിന് ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ? ഇവളെല്ലാം കരിച്ചു. ആഹാ, അങ്ങനെയൊന്നുമല്ല, മനഃപൂർവ്വ ഭക്ഷണത്തിൽ ഈ കളർ ഞാൻ ചേർത്തത്. ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ബ്ലാക്ക് കറീസും ബ്ലാക്ക് റൈസും. ബ്ലാക്ക് റൈസും ബ്ലാക്ക് കറീസും എന്ന് വെച്ചാ എന്താ വസു? അതെല്ലാം കരിഞ്ഞു പോയി ചേച്ചി. അവളത് കവർ ചെയ്യാൻ വേണ്ടി പറയുന്നതാ. എന്ത് കറിയാടി ഇത്? അത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ്. തക്കാളി കറിയിൽ തക്കാളി അങ്ങനെ തന്നെ ഇരിപ്പുണ്ടല്ലോ. അതല്ല ഞാൻ പറഞ്ഞത് ആന്റി, സ്പെഷ്യൽ സ്പെഷ്യൽ സ്പെഷ്യൽ. നിങ്ങൾ ഇരിക്കുന്നേ. എന്റെ വയറെന്തോ പ്രശ്നമുള്ളതുപോലെ ബേബി. ഞാൻ പിന്നീട് കഴിച്ചോളാം. ഞാൻ പിന്നെ കഴിച്ചോളാടി. അഖിലിന് കൊടുക്ക്, അഖിലിന് കൊടുക്ക്. പാവം അഖിൽ ഈ കരിഞ്ഞു പോയ ആഹാരം എങ്ങനെ കഴിക്കാനാണ് വസു? ചേച്ചി, അവളുടെ കറികളൊന്നും നോക്കണ്ട. അവൾക്ക് അവനോടുള്ള സ്നേഹം നോക്കിയാ മതി. അഖിലിനെ എങ്ങനെ വിഷമിപ്പിക്കുന്നത് ശരിയെന്നാണോ നിനക്ക് തോന്നുന്നത്? അഖില് വിഷമിക്കാനൊന്നും പോകുന്നില്ല. കാർത്തികയുടെ സ്നേഹം അവന് മനസ്സിലാകും. ആവശ്യമില്ലാതെ നീ അവരെ വെച്ച് പരീക്ഷണം നടത്തുവാ വസു. അവരൊന്നിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല ചേച്ചി. അഖിൽ, നിനക്ക് വിളമ്പി തരാം. ആദ്യം ഇവർക്ക് കൊടുക്ക. മമ്മി പിന്നീട് കഴിക്കാന്ന് പറഞ്ഞല്ലോ. ഇവർക്കെന്ന് ഉദ്ദേശിച്ചത് ഇളയമ്മയാ. വേണ്ടടാ, എടാ ഞാൻ പിന്നീട് കഴിച്ചോളാടാ. ഇളയമ്മ കഴിച്ചാലും ഞാനും കഴിക്കൂ. വേണ്ടടാ, ആദ്യം നീ കഴിക്കടാ. കാർത്തിക, വിളമ്പി കൊടുക്ക അങ്ങോട്ട്. ഇളയമ്മ, കഴിക്കാൻ നോക്ക് വേഗം. വന്നിരിക്കേ, ഇരിക്കാനല്ലേ പറഞ്ഞത്. ഇരിക്കാനേ, ഇരിക്ക. ഇത് ചോറ് പോലെ എനിക്ക് തോന്നുന്നില്ല. കരിഞ്ഞ ഉണക്കമീൻ പൊടിച്ചതുപോലെ ഉണ്ട്. ഈ തോരൻ കാണാൻ കരിക്കട്ട പോലെയുണ്ട്. എനിക്കൊരു രണ്ടാം കല്യാണം നടക്കേണ്ടതാ. എന്നെ വെറുതെ വിടുമോളെ. എങ്ങനെ ഇരുന്നാലും അത് കഴിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം നടക്കില്ല. ഞാൻ ശപിക്കുകയാണ്. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ശപിക്കുന്നേ? സിസ്റ്റർ, പാവം ബേബി ഇത്ര ആഗ്രഹിച്ച് ചോദിച്ചതല്ലേ. നിങ്ങളും കൂടി ഒന്ന് കഴിക്കുന്നേ. എന്തായാലും ഇവള് നിങ്ങളുടെ ബേബിയല്ലേ. ഒരുപാട് ആഗ്രഹത്തോടെ പറയുന്നതാ. എന്റെ കൂടെ ഒരുമിച്ച് കഴിക്കാലോ. കഴിക്കേ കഴിക്കേ. കഴിക്കില്ലേമ്മേ, നിങ്ങൾക്ക് വേണ്ടി കാർത്തിക കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇവൾ എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി അതൊക്കെ ഉണ്ടാക്കിയ. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാ. വേഗം കഴിക്കേ. കഴിക്കിളയമ്മേ, വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ആളാ. ഈ ഭക്ഷണം കണ്ട ഉടനെ എന്റെ വിശപ്പൊക്കെ ഓടിപ്പോയടാ. ഇത് നിങ്ങളിപ്പോ കഴിച്ചേ പറ്റൂ. നിങ്ങളെ കൊണ്ട് സത്യം ചെയ്യാണ്. എന്താടി ഇത് കഴിച്ചതിന് ശേഷം
ഞങ്ങളെ ജീവനോടെ കാണുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് കഴിച്ച അടുത്ത നിമിഷം ഞങ്ങൾ ചാകും. നിങ്ങളെ ഉണ്ടല്ലോ ഇങ്ങനെയൊന്നുമല്ല. ഒരു മിനിറ്റ്. കഴിക്ക്. മമ്മി വാ തുറക്ക്. കഴിക്ക് കഴിക്ക്. ഇളയമേ, 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 എന്ത് പറ്റി? ഇളയമേ, ഇളയമേ, എഴുന്നേക്ക്, ഇളയമേ, 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 ഇളയമേ. അതിനുശേഷം അവരുടെ ഹണിമൂൺ പ്ലാൻ ചെയ്യണം. വെഡിങ് ഇവന്റ്സിന്റെ ഡിസൈൻസ് ക്ലയന്റിന് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്ഡേറ്റ് ചെയ്തു ഓബി. നല്ല ഫീഡ്ബാക്കാ കിട്ടിയേ. ഈവന്റും അതുപോലെ തന്നെ ഇരിക്കണം ചേട്ടാ. ക്ലയന്റിന് ഒരു നഷ്ടവും ഉണ്ടാവരുത്. അതുപോലെ നമുക്ക് ലാഭം ഉണ്ടാവണം. ശരി അബി, അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ. നമസ്കാരം അഭിറാം സാർ. നമസ്കാരം. അല്ല, ഞങ്ങൾ ഗ്ലോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ സ്കൂൾ ആനിവേഴ്സറി ഫംഗ്ഷൻ നിങ്ങൾ നടത്തണം. പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കൂ. സംസ്കൃതി ഇവന്റ്സിനെ കുറിച്ച് അറിഞ്ഞിട്ടാ വന്നത്. നിങ്ങളിത് ചെയ്താ ഞങ്ങളുടെ ഫംഗ്ഷൻ നന്നായിരിക്കുമെന്ന് കരുതിയിട്ടാ വന്നത്. താങ്ക് യു. ഫംഗ്ഷൻ എപ്പോഴാണ്? ഈ വീക്കെൻഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് എങ്ങനെയാ ഫിക്സ് ചെയ്തേക്കുന്നത്? ബഡ്ജറ്റ് 15 lakhs. ഇവിടുത്തെ സെലിബ്രിറ്റീസിന്റെയും VIPസിന്റെ ഒക്കെ മക്കളെ ഞങ്ങളുടെ സ്കൂളിലാണ് പഠിക്കുന്നത്. അവരൊക്കെ ഈ ഇവന്റ്സിൽ പങ്കെടുക്കുകയും ചെയ്യും. സോ ഈ ഇവന്റ് നല്ല ഗ്രാൻഡ് ആയിരിക്കണം. ഷുവർ. പക്ഷേ അതിന് ഈ ബഡ്ജറ്റ് പറ്റില്ല. മിനിമം ഒരു 25 lakhs എങ്കിലും ആവും. 30 ലക്ഷം തരാനും ഞങ്ങൾ തയ്യാറാണ്. അത്രയും കാശ് ചെലവാക്കിയിട്ട് ഇവന്റ് ഗ്രാൻഡ് ആയില്ലെങ്കിൽ പിന്നെ ആ പണം ഞങ്ങൾക്ക് വേസ്റ്റ് അല്ലേ? യു ആർ റൈറ്റ്. ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈവന്റ് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം. ഇസ് ഇറ്റ് ഓക്കെ? അബി,
വരൂ ഡോക്ടർ. എന്തു പറ്റിയതാ? ഫിക്സ് വന്ന് വീണതാ ഡോക്ടർ. ഒന്ന് വേഗം നോക്ക് ഡോക്ടർ. മരിക്കൂ ജീവിക്കൂ ഡോക്ടർ? നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് നോക്കട്ടെ. ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഫിറ്റ്സ് നിൽക്കുന്നില്ലല്ലോ ഡോക്ടർ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. വേറെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ ട്രൈ ചെയ്ത് നോക്കൂ ഡോക്ടർ. ഫിക്സ് നിൽക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത ഇഞ്ചക്ഷൻ തന്നെയാണ് ബെസ്റ്റ്. എന്നിട്ട് ഫിക്സ് നിന്നില്ലെങ്കിൽ ഈ അസുഖത്തിന് വേറെ മെഡിസിനേ ഇല്ല. അപ്പോ ഞങ്ങളുടെ ആന്റി ഇനി കണ്ണു തുറക്കില്ലേ? എന്റെ സിസ്റ്റർ ഫിക്സോടെ അങ്ങ് പോകുവോ ഡോക്ടറെ? ഞങ്ങളുടെ മെഡിക്കൽ സയൻസിൽ ഇതിന് വേറൊരു മരുന്നില്ല. ഇനി ദൈവം തന്നെ ഇവരെ രക്ഷിക്കണം. മേം സാബിന് എന്താ പറ്റിയേ? ഫിറ്റ്സ് വന്ന് വീണതാ പാവം. ശല്യം ഒഴിവായി. എന്താ പറഞ്ഞത് രാജു? ശനിയുടെ ദോഷം കൊണ്ടായിരിക്കും മാം. ഇത് തന്നെ വലിയൊരു ശനിയാ. ഈ ശനിയെ വേറൊരു ശനി എങ്ങനെ ബാധിക്കാനാ? പാവം, അങ്ങനെ പറയില്ലേ അഖിൽ. ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോകുന്നതാ ബെറ്റർ രാജു. ആ രാജു, ആന്റിയെ കൊണ്ടുപോയി കാറിലിരുത്തു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. അയ്യോ, ഇവരെ ഞാൻ എടുത്തോണ്ട് പോണോന്നോ? ഇപ്പൊ എനിക്ക് ഫിറ്റ്സ് വരുമല്ലോ. എടുക്ക് രാജു. ഇവരെല്ലാം കൂടി എന്റെ ജീവൻ എടുക്കുക. ഇപ്പൊ എങ്ങനെയാ രക്ഷപ്പെടുക? വാവ്, മിറാക്കിൾ, അത്ഭുതം. മെഡിക്കൽ സയൻസിന് പോലും അറിയാത്ത മഹാ അത്ഭുതം. എനിക്ക് എന്താ പറ്റിയേ? ആന്റിക്ക് ഫിറ്റ്സ് വന്നതാ. എന്നിട്ടതെങ്ങനെയാ നിന്നത്? ഇതാ ഈ യുവരാജ് സിംഗ് നിങ്ങളെ എടുക്കാൻ നോക്കിയപ്പോഴേക്കും അതങ്ങ് നിന്നു. നിങ്ങളുടെ കയ്യിലെന്തോ മഹത്വം ഉണ്ടെന്നാ തോന്നുന്നു സർദാർജി. അതെ, എന്റെ ശരീരത്തിലേക്ക് കറണ്ടടിച്ചതുപോലൊരു പ്രത്യേക ഫീല് തോന്നി. ഇയാൾ എന്നെ തൊട്ടുടനെ എനിക്ക് പുനർജന്മം കിട്ടി. അയ്യോ, ഇനി കുറച്ചു നേരം കൂടി ഞാനിവിടെ നിൽക്കുകയാണെങ്കിലേ ഇവർക്ക് എന്നോട് പ്രേമമാണെന്നുള്ള കാര്യം പോലും വിളിച്ചു പറയും. നിങ്ങൾ 100 വയസ്സ് വരെ നന്നായിരിക്കട്ടെ. ആ തോട്ടക്കാരൻ തൊട്ടപ്പോ തന്നെ ഇളയമ്മയ്ക്ക് എങ്ങനെ ഫിറ്റ്സ് നിന്നത്? ഹെടി മൊണ്ടി ഭാവനെ, ഇതിന്റെ പേരാടി പ്രണയം. അദ്ദേഹം തൊട്ടതുകൊണ്ട് ഭേദമായതല്ല ചേച്ചി. ഡോക്ടർ കൊടുത്ത മെഡിസിൻ ലേറ്റ് ആയിട്ട് അഫക്ട് ചെയ്ത് ഫിറ്റ്സ് നിന്നതാ. ഒന്ന് പോടി, ഇത് ഇഞ്ചക്ഷൻ കൊണ്ടൊന്നും നിന്നതല്ലടി, ഇദ്ദേഹത്തോടുള്ള അഫെക്ഷൻ കൊണ്ട് നിന്നതാ. അതുപോട്ടെ, ഇവർക്ക് എങ്ങനെയാ ഫിക്സ് വന്നത്? ദേ ഇവളെ കണ്ടില്ലേ? ഇവൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ഇളയമ്മയ്ക്ക് ഫിറ്റ്സ് വന്നതാ.
ദേ നോക്കുമോളെ, കുറച്ച് ദിവസത്തേക്ക് നീ കിച്ചന്റെ അടുത്തേക്ക് ഒന്നും പോകണ്ട. എന്നാലേ നിന്റെ വീട്ടിലുള്ളവരെല്ലാം സുഖമായിട്ടിരിക്കൂ. പറഞ്ഞത് മനസ്സിലായോ? അമ്മേ. നിങ്ങൾക്ക് എത്ര വയസ്സായി? ആ? എന്തിനാ? പറയൂ. ആ, അത് പിന്നെ ഇപ്പൊ ഒരു 30 31 കഴിഞ്ഞിട്ട് 32 തുടങ്ങി. ഇപ്പൊ എന്ന് പറയുമ്പോ 30 വർഷത്തിന് മുന്നെയാ. ആ 30ന്റെ കൂടെ 32 കൂടെ ചേർത്ത് 62. ആ, അത് കറക്റ്റാ. നിങ്ങൾ ശരിക്കും ഓൾഡ് ഏജ് ആയി. നിങ്ങൾ കറണ്ട് വൈബ്രേഷൻ എന്ന് പറഞ്ഞ് ഫാന്റസിക്കൊന്നും പോവരുത്. വീണ്ടും ഫിക്സ് വന്നാ നേരെ അങ്ങ് മുകളിലോട്ടായിരിക്കും പോകുന്നത്. എനിക്ക് 62 വയസ്സൊന്നും ആയിട്ടില്ല, 32. ഒരല്പം കുണ്ടുമണിയാ, അല്ലാതെ വേറൊന്നുമല്ല. മനസ്സിലായോ? നിങ്ങൾ വന്ന ജോലി കഴിഞ്ഞല്ലോ. ദയവ് ചെയ്തൊന്ന് പോണം. ഇനി ഇങ്ങോട്ടൊന്നും വന്നു പോരുത്. പോയിക്കോ. ഒരു ഡോക്ടറിന്റെ സ്ഥാനത്ത് ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു. ബാക്കിയല്ല നിങ്ങളുടെ ഇഷ്ടം. ഞാൻ വീണ്ടും പറയാ, അവരെ കിച്ചണിലേക്കും ഇവരെ കറണ്ടിന്റെ അടുത്തുനിന്നും കുറച്ച് അകലം പാലിക്കാൻ പറയണം. ബോത്ത് ആർ ഇൻജൂറിയസ് ടു യുവർ ഹെൽത്ത്. ശരി എന്നാ. അമ്മേ. അമ്മേ. എടി 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 എടി. ഗുണ്ടകള് തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലും, കൊലയാളികള് കത്തികൊണ്ട് കുത്തി കൊല്ലും, തീവ്രവാദികള് ബോംബ് പൊട്ടിച്ചു കൊല്ലും. നീ എന്തിനാടി പാചകം ചെയ്ത് ഞങ്ങളെ കൊല്ലാൻ നോക്കിയത്? എനിക്ക് പാചകം അറിയില്ലല്ലോ. ഫോണിലെ വീഡിയോ കണ്ടല്ലേ ഞാൻ എങ്ങനെയോ പാചകം ചെയ്തത്. ഇത്രയും വലിയ ട്രബിൾ ആകുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. അയ്യോ, ഇത് ട്രബിൾ അല്ലടി, ഹൊറിബിൾ ആണ്. ഞാൻ പുനർജനിച്ചിരിക്കുക. ഇപ്പൊ ഇതാ എന്റെ ജീവിതത്തില് ഒരു പുതു ചെടി മുള പൊട്ടിയിരിക്കുക. നിന്റെ പാചകം കൊണ്ട് ആ മുള പൊട്ടി വരുന്ന ചെടിയെ നശിപ്പിക്കരുത്. കൊച്ചുകുട്ടിയായതുകൊണ്ട് ഞാൻ മമ്മിയും കൂടി എന്നെ ഡിസ്കറേജ് ചെയ്യാണല്ലേ. പഠിപ്പിക്കേണ്ട സമയത്ത് എന്നെ പാചകം പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നല്ലോ. നിനക്ക് പാചകമൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് എങ്ങനെ അറിയാനാ ബേബി? എപ്പോ എന്ത് നടക്കുമെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്തൊക്കെ വന്നാലും ശരി, നീ ഇനി പാചകം ചെയ്യരുത്. അങ്ങനെ ചെയ്ത് മനുഷ്യരെ കൊല്ലരുത്. അമ്മേ. ഓക്കെ ബേബി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാൻ വീട്ടിലോട്ട് പോവാ. മമ്മി എന്നെ വിട്ടിട്ട് പോവാണോ മമ്മി? ഈ ഒരു മാസം മമ്മി ഇവിടെ ഉണ്ടാവണം. അയ്യോ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ആ ജോലിയൊക്കെ മാറ്റിവെച്ച് ഒരു മാസമൊന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. കടങ്ങളൊക്കെ വീട്ടണ്ടേ. രണ്ടുപേര് കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോയി വാങ്ങണം. പഴയ കടം വീട്ടാനായിട്ട് വീണ്ടും കടമെടുക്കാണോ സിസ്റ്റർ? വേറെ വഴിയില്ലല്ലോ സിസ്റ്റർ. ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ മാനം രക്ഷിച്ചല്ലേ പറ്റൂ. പോയിട്ട് വരാം ബേബി. പോയിട്ട് തിരിച്ച് പെട്ടെന്ന് വരുമല്ലോ. ആ, ട്രൈ ചെയ്യാന്നേ. പോയിട്ട് വരാം സിസ്റ്റർ. മമ്മി ബൈ അമ്മായി. മമ്മി എന്റെ രാജ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാണോ എന്തോ. ഞാൻ പോയി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. അമ്മേ. ആന്റി എന്തിനാക്കിൽ ചിരിക്കുന്നേ? നീ ഉണ്ടാക്കിയതുപോലെ ഇത്രയും വൃത്തികെട്ടൊരു ഭക്ഷണം ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ലടി. നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയപ്പോ എന്തിനാ ഇങ്ങനെ പറയുന്നേ? മോശപ്പെട്ടതിന് എങ്ങനെയാടി നല്ലതാണെന്ന് പറയുന്നേ? അഖിൽ
ഷെഫാവാനൊന്നും കഴിയില്ല എടുത്തി. അതെന്താ ആകാൻ പറ്റാത്തത്? ഉറപ്പായിട്ടും ട്രൈ ചെയ്താൽ പറ്റും. അതിന് ഇവള് ട്രൈ ചെയ്യേണ്ട എടുത്തി. ഇവൾക്കും അതിന് താല്പര്യം ഉണ്ടാവണ്ടേ? നിനക്ക് വേണ്ടി ഞാൻ അതെല്ലാം ചെയ്യും. ഇൻട്രസ്റ്റോടെ പാചകം ഞാൻ പഠിക്കും. നീ ഭക്ഷണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം കാർത്തിക. പറഞ്ഞത് അവൾക്ക് വേണ്ടിയല്ല അഖിൽ, നിനക്ക് വേണ്ടിയാ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എപ്പോഴും അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്യുന്ന കാർത്തിക ഫസ്റ്റ് ടൈം നിനക്ക് എന്ത് വേണമെന്ന് മനസ്സിലാക്കി പാചകം ചെയ്യാന്ന് പറഞ്ഞിരിക്കുക. അവള് നിന്നെപ്പറ്റി ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങിയിരിക്കുക അഖിൽ. അതൊക്കെ എടുത്തിട്ട് വെറും തോന്നല. കാർത്തികയ്ക്ക് വന്ന മാറ്റം നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ? അവൾക്ക് ഓന്നിന്റെ സ്വഭാവം എടുത്തി എപ്പോ നിറം മാറുമെന്ന് അറിയാൻ പറ്റില്ല. ഇല്ല അഖിൽ, കാർത്തിക ഉറപ്പായിട്ടും മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പൊ അവളുടെ ഉള്ളില് ഒരു പിടിവാശി ഞാൻ കണ്ടു, നിന്നോടുള്ള പ്രണയവും കണ്ടു. അതൊക്കെ താൽക്കാലികമായി എടുത്തി. അവളുടെ അമ്മ അവളെ വീണ്ടും മാറ്റിയെടുക്കും. അവളുടെ അമ്മ അങ്ങ് പോയില്ലേ, ഇനി ഈ വീട്ടിലേക്ക് കയറാതെ നോക്കിയാ പോരെ നമുക്ക്. അതിനുള്ളില് കാർത്തിക നമ്മളിൽ ഒരാളാവും. എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല എടുത്തി. കാർത്തിക മാറിക്കഴിഞ്ഞാ നമ്മളിൽ എല്ലാവരെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് നീ ആയിരിക്കുമെന്ന് എനിക്ക് അറിയാം അഖിൽ. കാർത്തികയുടെ മേലെ നിനക്കുള്ള പ്രണയം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. കാർത്തിക മാറുമെന്ന് നീ വിശ്വസിക്കുക, നിന്റെ പ്രണയത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കും, ആ വിശ്വാസം എനിക്കുണ്ട്.